ഇന്നലെ ബിഗ് ടി വി നോക്കിയപ്പോൾ ബിഗ് ടി വി ഒരു അശ്ലീലമായി വരികയാണ് കേട്ടോ. പറയാതിരിക്കുന്ന നിവർത്തിയില്ല. എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് അതിനകത്തുണ്ട്, വ്യക്തിപരമായി പരിചയമുള്ളവരുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ 6, 7, 8, 10 പേരൊന്നും വന്നിരുന്ന് മുഖം നിങ്ങൾ സ്ക്രീനിൽ കാണിക്കരുത്. അതൊരു അശ്ലീലമാണ്. ഒരു 4 പേര് ചർച്ചയ്ക്ക്, മാക്സിമം 3 പേരൊക്കെയാണ് ചർച്ചയ്ക്ക് നല്ലത്. ഒരു 4 പേരായിക്കോട്ടെ. നിങ്ങൾ 8 പേരിയ്ക്കുന്നു, അതിൻ്റെ ഇടയിൽ കൂടി പിന്നെ ശ്രീജിത്ത് പണിക്കരെ വിളിക്കുന്നു, നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നു, ഇങ്ങോട്ട് വിളിക്കുന്നു. ശ്രീജിത്ത് പണിക്കരൊക്കെ നല്ല സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്. അദ്ദേഹത്തിനടുത്ത് ഇലക്ഷനിൽ നിൽക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നു. ഏത് മണ്ഡലം വേണം കൊടുക്കുമെന്നൊക്കെ പറയുന്നത് അത് നമുക്കറിയില്ല. BJP പലവട്ടം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു, സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു, പലരും ആവശ്യപ്പെട്ടു എന്ന് പറയും. വലിയ സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്. പക്ഷെ പൊട്ടത്തരമൊക്കെ പറയും. എന്താണ് പറയുന്ന ശ്രീജിത്ത് പണിക്കരും ഈ ടീമും ബിഗ് ടി വി എല്ലാം കൂടെ ഇന്നലെ പറഞ്ഞ പൊട്ടത്തരങ്ങൾ? അല്ലെങ്കിൽ എല്ലാ ചാനലുകളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊട്ടത്തരങ്ങൾ എന്താണ്? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ ആർക്കൊക്കെ വോട്ട് കൊടുക്കണമെന്നുള്ള ചർച്ച വന്നു. അതിനു മുമ്പ് ഗ്രീക്കിലാണ് ജനാധിപത്യത്തിൻ്റെ പർദീസ് എന്നറിയുന്ന ഗ്രീക്കിലാണെങ്കിൽ സ്ത്രീകൾക്ക് വോട്ടില്ല, സമ്പന്ന വിഭാഗത്തിന് മാത്രമേ വോട്ടുള്ളൂ, ഒരുപാട് ദരിദ്ര വിഭാഗങ്ങൾക്ക് വോട്ടില്ല. അപ്പോൾ നിരക്ഷര കുട്ടികളായ ഇന്ത്യയിലെ 30 കോടി ആളുകളിൽ നിരക്ഷര കുട്ടികളായ ആളുകൾക്ക്, അക്ഷരാഭ്യാസമില്ലാത്തവർക്ക് വോട്ട് കൊടുത്താൽ പിന്നെ അന്ന് പോളിംഗ് ബൂത്തിൽ പോകാനോ അല്ലെങ്കിൽ ബാലറ്റ് പേപ്പർ നോക്കി വോട്ടിടിക്കാനോ അറിഞ്ഞുകൂടാത്ത ദരിദ്ര കുട്ടികളായ ആളുകൾക്ക് എല്ലാവർക്കും 21 വയസ്സിൽ വോട്ട് കൊടുത്ത്, 21 വയസ്സാണെന്ന് വെച്ചത്, പിന്നാണ് 18 രാജീവ് ഗാന്ധി. 21 വയസ്സിൽ വോട്ട് കൊടുത്താൽ ഇങ്ങനെ ഇന്ത്യ രാജ്യം പടുകുഴിയിൽ പോകൂലേ എന്ന് ചോദിച്ചപ്പോൾ നെഹ്റു പറഞ്ഞൊരു വാക്കുണ്ട്, തെറ്റിക്കോട്ടെ, തെറ്റിയാലും അവർ ചെയ്ത് കറക്റ്റ് ആയിക്കോളും, അങ്ങനെ ജനാധിപത്യം നമുക്ക് വളർത്താൻ കഴിയുകയുള്ളൂ. എത്ര ദീർഘവീക്ഷണമുള്ള കാര്യമാണ്. അന്ന് മുതൽ ഇന്ത്യ പറയുന്നതാണ് സ്ത്രീകളുടെ സംവരണം. എത്രയോ തവണ പറയുന്നത്. 50% സംവരണം കൊടുക്കേണ്ടതല്ലേ? 2 ജെൻഡർ അല്ലേ? തീർച്ചയായിട്ടും 50% കൊടുക്കേണ്ടത്. പോട്ടെ, 33%. എത്ര തവണ പറഞ്ഞു ഈ വിഷയം, എത്രമാത്രം ചർച്ച ചെയ്തു. കോൺഗ്രസ് എന്തെല്ലാം ശ്രമം നടത്തി. കോൺഗ്രസിനെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയോ? പറ്റില്ലല്ലോ. ഇപ്പോഴിത് വീണ്ടും നരേന്ദ്രമോദി വന്ന് 2023 നാരീബന്ധൻ എന്നൊക്കെ പറഞ്ഞൊരു പുതിയൊരു നിയമം കൊണ്ടുവന്ന് ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിസർവേഷൻ തീരുമാനിച്ച് ഇപ്പോൾ പറയുന്ന ഡീലിമിറ്റേഷനാണ് പറയുന്നത്. ഡീലിമിറ്റേഷനിൽ ഈ പണിക്കരും ഈ പറയുന്ന ടീമൊക്കെ പറയുന്നതിന് എന്തെങ്കിലും ലോജിക്കുണ്ടോ? വൈകാരികതയുണ്ട് കേട്ടോ, വലിയ വൈകാരികതയുണ്ട്. അതിനപ്പുറമുള്ള ഡേറ്റയുടെയും വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒന്നാമത്തെ ചോദ്യം ബിഗ് ടി വിക്കാരോടാണ്. ബിഗ് ടി വിക്കാരോടാണ് കേട്ടോ, അവരും കൂടി ഇത് അറിഞ്ഞിരിക്കാനാണ്. അവിടെയുള്ളവർക്ക് ഇതൊന്ന് കേൾക്കണം. ഈ വീഡിയോ ദയവായി നിങ്ങൾ സമയമെടുത്തേക്കണം. ഒരു യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞ് കളയരുത്. ഒരാൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്നു ഇന്ത്യയിൽ. അപ്പം 30 കിലോ റേഷനും പിന്നെ പഞ്ചസാര, അരി, ഗോതമ്പ്, മൈദ, ഒരുപാട് മണ്ണെണ്ണയൊക്കെ ഒരുപാട് കിട്ടും. പക്ഷേ അയാളുടെ വീട്ടിൽ അയാൾക്കോ അയാളുടെ ഭാര്യയ്ക്കോ കുടുംബത്തിന് ജോലി കിട്ടി, കുടുംബത്തിൻ്റെ വരുമാനം കൂടിയാൽ അവരുടെ റേഷൻ കാർഡ് അടുത്ത നിറത്തിലേക്ക് പോകും. ഇങ്ങനെ വീണ്ടും കൂടി നിറങ്ങളിലേക്ക് പോയി അവസാനം 1 കിലോ അരി കിട്ടണ നിറത്തിലേക്ക് പോകും. പിങ്ക് കാർഡ്, മഞ്ഞക്കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പലതരത്തിലുള്ള കാർഡുകളുണ്ട്. അപ്പോൾ ദാരിദ്ര്യരേഖ അടിയിൽ കിടക്കുന്ന ഒരാൾ സമ്പന്നനായാൽ, ഗൾഫിൽ പോയാൽ, പണമായാൽ, ജോലി കിട്ടിയാൽ, ബിസിനസ് ചെയ്താൽ ദാരിദ്ര്യരേഖ മുകളിൽ പോകും. അദ്ദേഹത്തിന് ആനുകൂല്യം കിട്ടൂല. അപ്പോൾ ഡിസ്പാരിറ്റിയാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അയാൾ സമ്പന്നനായത് അയാളുടെ കുറ്റമല്ല, അയാൾ ഡിസ്പാരിറ്റി പാടില്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കണം. ഇന്ത്യയിൽ ജനസംഖ്യ, ഈ കേരളം പറഞ്ഞിട്ട് ഇന്ത്യയിലോട്ട് പോകാം. പത്തനംതിട്ടയിൽ നേരത്തെ കേരളത്തിൽ ഒരു പുനർനിർണ്ണയം നടന്നല്ലോ, അസംബ്ലി പുനർനിർണ്ണയം. പത്തനംതിട്ടയിൽ 8 സീറ്റ് ഉണ്ടായിരുന്നത് 5 സീറ്റായി. ഈ പണിക്കരൊക്കെ എവിടെ പോയിരുന്നു? ഈ പറയുന്ന ബിഗ് ടി വിക്കാർ എവിടെ പോയിരുന്നു? 3 സീറ്റ് കുറഞ്ഞു. എവിടെ? പത്തനംതിട്ടയിൽ. 4 സീറ്റ് മലപ്പുറത്ത് കൂടി. ആരും ചർച്ച ചെയ്തില്ലല്ലോ, ഒരു മനുഷ്യനത് ചർച്ച ചെയ്തില്ലല്ലോ. കേരളത്തിൽ 4 സീറ്റ് കൂടിയില്ലേ? ഇന്ത്യയിൽ ജനസംഖ്യ കുറച്ച കേരളത്തെ ശിക്ഷിക്കരുതെന്ന് പറയുന്ന പണിക്കരന്മാർ ജനസംഖ്യ കൂടിയവരെ ശിക്ഷിക്കാവോ? ജനസംഖ്യ കൂട്ടുന്നത് അവരുടെ കുറ്റം കൊണ്ടാണോ? ഒരാൾ ചെയ്ത കുറ്റം കൊണ്ടാണോ ജനസംഖ്യ കൂടുന്നത്? ജനസംഖ്യ കൂടുന്നതിന് പല കാര്യങ്ങളുണ്ടെന്നേ. ആ ജനസംഖ്യ കൂടിയ ജനതയെ ശിക്ഷിക്കണോ? വേണ്ട. ഇനി അടുത്ത ചോദ്യം, ജനസംഖ്യ കൂടിയ ജനതയ്ക്ക് കൊടുക്കുന്ന അതേ വോട്ട് ഇവിടെയും കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ 20 സീറ്റ് 30 ആകുമ്പോൾ UP-യിലെ 80 സീറ്റ് 120 ആകും. അല്ലെങ്കിൽ നേരത്തെ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ നമ്മൾ രാജ്യത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വാർത്ത കേൾക്കാനായി TV-യിലും, അന്ന് റേഡിയോ ആണ് കൂടുതൽ, റേഡിയോയുടെ ഫ്രണ്ടിലിരിക്കുമ്പോൾ ഇന്ത്യ മുഴുവൻ എണ്ണി വരുമ്പോൾ പിന്നെ കോൺഗ്രസ് വിരുദ്ധർ ജയിക്കും. UP എണ്ണാൻ കയറുമ്പം കോൺഗ്രസ് ജയിക്കും. അന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ UP-യെ സൃഷ്ടിച്ച് വെച്ചിരുന്നത് കോൺഗ്രസിന് വേണ്ടിയിട്ടാണെന്ന്? പിന്നെ UP പിരിച്ചതല്ലേ, പല സംസ്ഥാനങ്ങളെ ഛത്തീസ്ഗഡ് എന്നും ജാർഖണ്ഡ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചതിന് ശേഷമാണല്ലോ ഈ വ്യത്യാസം വന്നത്. ഇതിങ്ങനെ ഉണ്ടെന്നേ. ജനസംഖ്യ കൂടുതലുള്ള സ്ഥലങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യം കൊടുക്കണ്ടേ? ജനസംഖ്യ കൂടുതലുള്ള ആളുകൾക്ക്, ദരിദ്രരാണ് ജനസംഖ്യ ഉണ്ടെങ്കിൽ അവർക്ക് ആനുകൂല്യം കൂടുതൽ കിട്ടും. കേരളത്തിന് ഇനി സാക്ഷരതയ്ക്ക് പൈസ കിട്ടൂല. കിട്ടണോ? സാക്ഷരതയ്ക്ക് പൈസ കിട്ടണ്ടല്ലോ. തുടർ സാക്ഷരതയ്ക്ക് വേറെ കാര്യം, പക്ഷെ സാക്ഷരതയ്ക്ക് പൈസ വേണോ?
കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. ആ പൈസ ഇനി ഇവിടെ വേണോ? ഇത് വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഇന്ത്യയെ ഒന്നായി കാണുകയും ഇന്ത്യൻ ജനതയിൽ ജനസംഖ്യ പിന്നെ ഡീലിമിറ്റേഷൻ നടത്തണ്ടേ? 71 നടത്താൻ തീരുമാനിച്ചു, 71 അത് മാറ്റിവെച്ചു, 76 അത് മാറ്റിവെച്ചു, 25 വർഷത്തേക്ക് മാറ്റിവെച്ചു. വാജ്പേയി വന്ന് 25, ഇനി 25 വർഷത്തേക്ക് ഇവിടെ മാറ്റിവെക്കണമെന്നാണ്. ഇനി അടുത്ത ചോദ്യം, കുറേ ചോദ്യങ്ങളുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, 2027 നടക്കാൻ പോകുന്ന സെൻസസ് വെച്ചായാലും ജനസംഖ്യ കൂടി സംസ്ഥാനങ്ങൾ ജനസംഖ്യ കൂടി തന്നെയല്ലേ നിൽക്കൂ, കുറഞ്ഞിരിക്കൂ? അതിനേക്കാൾ കൂടി തന്നെയല്ലേ നിൽക്കൂ? നേരത്തെ 2011 ഉള്ളതിനേക്കാൾ ജനസംഖ്യ കൂടുതലായിരിക്കും 2027. അപ്പോൾ വീണ്ടും എണ്ണം കുറയേ ഉള്ളൂ, പെർസെൻറ്റേജ് കുറയേ ഉള്ളൂ കേരളം പോലുള്ളവർക്ക്. അപ്പോൾ 11 എടുക്കുന്നില്ലേ കുറച്ചുകൂടെ നല്ലത്? അപ്പോൾ 27 എടുത്താൽ 29 കൊണ്ടുവരാൻ പറ്റുമോ? 27 ജനസംഖ്യ റിപ്പോർട്ട് വരുന്നത് 1-2 വർഷം എടുക്കും. അത് കഴിഞ്ഞ് 29 കൊണ്ടുവരാൻ പറ്റില്ല. അത് കഴിഞ്ഞ് 2011 ജനസംഖ്യ കൂടുതലായിരിക്കും 2027. സ്വാഭാവികമായിട്ട് വീണ്ടും എണ്ണം കൂടുകയേ ഉള്ളൂ. നിലവിലുള്ള 540 നിന്ന് എടുക്കാൻ പുരുഷന്മാർ സമ്മതിക്കുകയില്ല ഒരു പാർട്ടിയിലെയും. പിന്നെ അത് 840 ആക്കിയോ 850 ആക്കിയോ കൊടുക്കണ്ടേ സ്ത്രീകൾക്ക്? ജനസംഖ്യാ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഡീലിമിറ്റേഷൻ നടത്തണ്ടേ ഇന്ത്യയിൽ? ജനസംഖ്യാ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങളെ പുനർനിർണ്ണയിക്കണ്ടേ? എന്നായാലും നിർണ്ണയിക്കണ്ടേ? അങ്ങനെ നിർണ്ണയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ജനസംഖ്യ കൂടുതൽ സ്ഥലത്തേക്ക് പ്രാതിനിധ്യം കൂടുതൽ കിട്ടുമെന്നേ. അതല്ലേ ലോജിക്ക്, അതല്ലേ സത്യം, അതല്ലേ ശരി, അതല്ലേ ധാർമ്മികത, അതല്ലേ ജുഡീഷ്യസ് നീതി? അതല്ലേ സ്ഥലമല്ല പ്രധാനം. ജനസംഖ്യ കൂടിയ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾക്ക് ജനപ്രാതിനിധ്യം കിട്ടും, കൂടുതൽ എംപിമാരെ കിട്ടും. പിന്നെ അടുത്ത് പറയുന്നൊരു ന്യായം, നോർത്ത് ഇന്ത്യയിലെ UP അടക്കമുള്ള 4-5 സ്റ്റേറ്റുകളിൽ BJPക്ക് കുത്തക എഴുതി കൊടുത്തിരിക്കുകയാണ്. അവിടെ കോൺഗ്രസ് പ്രവർത്തിച്ചാൽ കോൺഗ്രസ് വരും, മായാവതി പ്രവർത്തിച്ചാൽ മായാവതി വരും, കാൺഷിൻറാം പ്രവർത്തിച്ചാൽ കാൺഷിൻറാം വരും, പിന്നെ മറ്റേ അഖിലേഷ് യാദവ് പ്രവർത്തിച്ചാൽ അഖിലേഷ് യാദവ് വരും. ആരാണോ അവിടെ പ്രവർത്തിക്കുന്നത് അവർ കയറി വരും. അത് BJPക്ക് കുത്തകയും സൗത്ത് ഇന്ത്യ സ്റ്റാലിനും പിന്നെ ഇടതുപക്ഷത്തിനും കുത്തകയാണോ? കർണാടക കോൺഗ്രസ് ഒന്നുമല്ല, കർണാടക BJP മാറി വരുന്നില്ലേ? ഇവിടെയും നാളെ BJP വരാം. അവിടെ ഇതുവരെ ഇലക്ഷൻ അല്ലേ നടക്കുന്നത്? ഇലക്ഷൻ ക്യാൻസൽ ചെയ്യുന്നെങ്കിൽ ശരി, BJP ഇലക്ഷൻ ക്യാൻസൽ ചെയ്യുന്നെങ്കിൽ ശരി. ഇത് ജനാധിപത്യമല്ലേ? മാറിയും തിരിഞ്ഞ് വരത്തില്ല. അങ്ങനെ വന്നല്ലോ. അങ്ങനെ വന്നത് കൊണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ സീറ്റ് പിന്നെ NDAക്ക് കിട്ടാത്തത്. മോഡിക്ക് NDAക്ക് അത്രയും സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ അവർ പാർലമെന്റിൽ 3-2 ഭൂരിപക്ഷമായി ഇത് പാസ്സാക്കി എടുക്കുമായിരുന്നല്ലോ. പ്രതിപക്ഷത്തെ കാലുപിടിക്കുക അല്ലെങ്കിൽ ആശ്രയിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ഇതേ UPയിൽ ഇതേ യോഗി ആദിത്യനാഥിന്റെ UPയിലല്ലേ ഒരുപാട് സീറ്റ് BJPക്ക് നഷ്ടമായത്. അപ്പം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ജനങ്ങളെ കൊഞ്ഞനം കാണിക്കരുത് ഈ ശ്രീജിത്ത് പണിക്കരും ഈ പറയുന്ന വ്യക്തി വിക്കാരും. നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ഇന്ത്യൻ ജനതയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. സ്വാതന്ത്ര്യം അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി അടുത്ത് ദൂരെ എറിഞ്ഞു ഇന്ത്യൻ ജനത കോൺഗ്രസിനെ. ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം വന്നു. എവിടെ ഇപ്പോൾ ദേശീയ പ്രസ്ഥാനം? സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വന്നു ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ. എവിടെ ദേശീയ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം? ജനതാദളിൻ്റെയൊക്കെ കൂടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ മതേതര മുന്നണി എന്ന് പറഞ്ഞ് EMSന്റെ ഒരു പരീക്ഷണം വന്നു ഭാരതത്തിൽ. എവിടെയത്? ഇല്ലാത്തത് തമ്മിൽ പോരും മഹത്തുള്ള അടിയും ഗ്രൂപ്പ് വഴക്കുമൊക്കെ നടന്ന് എവിടെ പോയതുകൊണ്ടാണ്. ശരത് പവാർ എന്തേ NCP ഉണ്ടാക്കി? അർജുൻ സിംഗിനെയും ഗുലാം നബി ആസാദിനെയും രാജേഷ് പൈലറ്റിനെയും പിന്നെ പ്രണാബ് മുഖർജിയെയും പോലുള്ള വൻ തോക്കുകൾ ഉണ്ടായിരുന്ന നേതാക്കൾ ഉണ്ടായിരുന്നതാണ് കോൺഗ്രസ്. എങ്ങനെ ചുരുങ്ങി ഒരു മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും ഒരു KC വേണുഗോപാലിനും ഒരു പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും 4-5 പേരുന്ന നേതാക്കളായിട്ട് ചുരുങ്ങിയ പോയി എന്തുകൊണ്ട് ഈ ദേശീയ പ്രസ്ഥാനം? അതാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും വനിതാ ബില്ലിൻ്റെ ഒരു ചരമഗീതം കൂടി പാടുകയാണ് എല്ലാവരും കൂടി. ഫെഡറലിസത്തിന് കുഴപ്പമുണ്ടോ? മലയാളി എന്താ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ? ഫെഡറലിസത്തിന് കുഴപ്പമുണ്ടോ? ഫെഡറലിസത്തിന് എന്ത് കുഴപ്പമാണ് വരാൻ പോകുന്നത്? ഇവിടെയും സീറ്റ് കൂടും അവിടെയും സീറ്റ് കൂടും. പെർസെൻറ്റേജ് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസം വരും. അതും പരിഹരിക്കാമെന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്നുണ്ട്. എന്ത് തന്നെ ആയിരുന്നാലും ന്യായങ്ങൾ പറഞ്ഞ് ആലുങ്ക പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞതുപോലെ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ ന്യായങ്ങൾ പറഞ്ഞ് ഇതിനെ ഇല്ലാതാക്കും. അതുകൊണ്ടാണല്ലോ പ്രതിഭാ പാട്ടീലും മമതാ ബാനർജിയുമൊക്കെ ഇതിന് അനുകൂലമായി നിൽക്കുന്നത്. മമതാ ബാനർജി ചിലപ്പോൾ വോട്ട് ചെയ്യില്ലായിരിക്കും മോഡിക്ക് അനുകൂലമായി, ബില്ലിന് അനുകൂലമായി. പക്ഷേ ഈ ബില്ലിന് അനുകൂലമാണ് അവർ. എന്തായാലും വളരെ രസകരമാണ്. നമ്മൾ പച്ച രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളവർ പറയുന്നത്. അതിൽ ശ്രീജിത്ത് പണിക്കരുമാരും പിന്നെ ബിഗ് TV പോലുള്ള ആങ്കർമാരും മറ്റ് ചാനലുകളും ചെന്ന് വീണു പോയത് കഷ്ടമാണ്, ഗതികേടാണ്. ഇതിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് ഇതിൻ്റെ മെരിറ്റിലേക്ക് പോയാൽ ജനസംഖ്യ അനുപാതികമായി രാജ്യത്ത് ഡീലിമിറ്റേഷൻ നടന്നേ കഴിയൂ. അങ്ങനെ കഴിയുമ്പോൾ ജനസംഖ്യ കുറഞ്ഞ സ്ഥലത്തേക്ക് പ്രശ്നം വരും, കൂടിയ സ്ഥലത്തേക്ക് അവർക്ക് ബെനിഫിറ്റ് കൊടുക്കും. അതാണ് നീതി. ദാരിദ്ര്യരേഖയിൽ നിന്ന് ആളുകൾ മാറിയാൽ പിന്നെ അവർക്ക് ദാരിദ്ര്യരേഖയുടെ ആനുകൂല്യം കൊടുക്കില്ല.
റിസർവേഷനിലുണ്ടായിരുന്ന സമുദായം ഹിന്ദു സമുദായത്തിൽ നിൽക്കുമ്പോൾ റിസർവേഷൻ കിട്ടും, പട്ടികജാതി പട്ടികവർഗ പലർക്കും. അവർ മതപരിവർത്തനം നടത്തി ക്രിസ്ത്യാനിലേക്ക് പോയാൽ അവർക്ക് കൊടുക്കില്ല, തിരിച്ചവർ വീണ്ടും ഹിന്ദുവിലേക്ക് വന്നാൽ അവർക്ക് കൊടുക്കും. ഇതൊക്കെയാണ് ഈ രാജ്യത്തെ നിയമം. അപ്പോൾ ലാഭനഷ്ടങ്ങളുടെയും മെരിറ്റിൻ്റെയും അതിവൈകാരികതയുടെയും പേരിലല്ല ഈ കണക്കുകൾ നോക്കേണ്ടത്, ഡേറ്റ വെച്ചുള്ള വർത്തമാനമാണ് വേണ്ടത്. അവിടെ സാക്ഷരരായവർക്ക് വീണ്ടും സാക്ഷരരാക്കാനുള്ള പൈസ കിട്ടില്ല. കുടുംബാസൂത്രണം നടത്തിയ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് അവരുടെ എണ്ണം കുറയും. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം, അതാണ് ചെയ്യേണ്ടതും. അതിൽ കേരളമെന്ന വികാരത്തെ പിടിച്ച് ഫെഡറലിസം എന്നൊക്കെ പറഞ്ഞ് ഇല്ലായ്മ ചെയ്യരുത്. പക്ഷേ ഈ ഫെഡറലിസത്തിൽ എന്തെങ്കിലും കുറവ് വരുമെങ്കിൽ അതും പരിഹരിക്കാമെന്നും കേന്ദ്ര ഗവൺമെൻറ് പറയുമ്പോൾ അതൊന്നും പോരാ, ഞങ്ങൾ ബില്ലിനെ എതിർക്കുമെന്ന് പറയുന്നവർ മേൽക്കോയ്മയുടെ ആളുകളാണ്. അതിൻ്റെ ഒരു ദുരന്തം ഇന്ത്യയിൽ പെണ്ണുങ്ങളുടെ മനസ്സിലും സ്ത്രീകളുടെ മനസ്സിലും ആൺകോയ്മയുടെ ഒരു അടിമത്വ മനസ്സ് സ്ത്രീകളുടെ മനസ്സിലും ഉണ്ട് എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത്.